ഹലോ ഗൈസ്, ഇവിടെ എന്താണ് നടക്കുന്നത്? നമ്മുടെ ട്രിവാൻഡ്രത്ത് ഈ ഒരു ഗോപസ്വാമിയുടെ സമാധി സംഭവം നിങ്ങൾ അറിഞ്ഞാണ് ന്യൂസുകൾ വഴിയൊക്കെ. അത് എൻ്റെ വീടിൻ്റെ അടുത്തായിട്ടാണ്. അടുത്തെന്ന് പറയുമ്പോഴത്തേക്കും തികച്ചും അതൊരു ഒറ്റപ്പെട്ട ഏരിയ ആണ്. കാരണം അതിന് ചുറ്റും കുറച്ച് വയലും കാര്യങ്ങളും ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആർക്കും അവിടെ നടക്കുന്ന കാര്യങ്ങൾ അറിയാൻ പറ്റത്തില്ല എന്താണ് സംഭവം. അടുത്ത ദിവസം രാവിലെയാണ് അറിയുന്നത് പുള്ളി സമാധിയായെന്ന് ഒരു പോസ്റ്റർ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുന്നത്. ഗോപൻ സ്വാമി ഒരുപാട് നാളായി കിടപ്പിലാണ് എന്നുള്ളൊരു മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അത് പൊളിച്ച് പരിശോധിക്കണം എന്നുള്ള ഒരു നടപടിക്രമത്തിലേക്കാണ് ഇന്നലെ നീങ്ങിയത്. ആ ഒരു സമയത്ത് കുറേ സംഘടനാ എതിർപ്പുകളും അവരുടെ കുടുംബക്കാരുടെ ഭാഗത്ത് നിന്ന് നല്ലൊരു എതിർപ്പുകളും ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഇന്നലെ ഫോറൻസിക് ജില്ലാ കളക്ടർ, സബ് കളക്ടർ എല്ലാം എത്തി ഏകദേശം പൊളിക്കാനുള്ള ഒരു നടപടിയിൽ എത്തിയതാണ്. അപ്പോൾ എന്നിട്ട് ഇതിൽ നിന്ന് പിന്മാറുകയാണ് ചെയ്തത്. ഇനി ഒരു ഫൈനലി അവർക്കൊരു പൊളിക്കാനുള്ള ഒരു പേപ്പർ കിട്ടിയാൽ മാത്രമേ ഇത് പൊളിക്കാവൂ എന്നുള്ള ഒരു നിലപാടിലാണ് ഇപ്പോൾ. എന്താണ് ഇതെല്ലാം പൊളിക്കുമ്പോഴത്തേക്ക് നമുക്കറിയാം. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. പരാതി കൊടുത്ത മഹാമാന്യന്മാർ തന്റെ ഇടമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പരാതി കൊടുത്തതിന് സംശയം ഉണ്ടെന്ന് ഇവിടെ ഒന്ന് പറ. തന്റെ ഇടമുള്ള തന്തയ്ക്ക് പറഞ്ഞ പരാതിക്കാരുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് പറ. ഞാൻ പരാതി കൊടുത്ത എനിക്ക് സംശയമുണ്ട് പറ. സംസാരിക്കുന്നത് അതിന് നിങ്ങളെ ഒരു ഉദാഹരണം പറയണം. ഈ കല്ലറ പൊളിക്കാൻ ആർക്കാണ് അധികാരം തന്നത്? ഇന്ത്യൻ പൗരന്മാർക്ക് ആർക്കെങ്കിലും തന്നിട്ടുണ്ടോ? മേലുദ്യോഗസ്ഥന്മാർക്ക് തന്നിട്ടുണ്ടോ? അതിന്റെ നിലപാടെന്താണ്? ആ നിലപാടിൻ്റെതായ വിവരം ആ വീട്ടുകാരെ ഇത്രയും അതിക്രമിച്ച് അനുഗ്രഹമായി ഞാൻ ഈ ടി വി ചാനലിൽ കൂടിയാണ് കാണുന്നത്. ഒന്നും സംസാരിക്കുക, ഒന്നും അറിയിക്കാതെ നിശബ്ദം